ഞാനൊരു കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവാണ്. അതിനകത്തേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ബ്രൗൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ചെമ്മീൻ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി ഒക്കെ ചേർക്കാം. നമ്മൾ ചെമ്മീനിലേക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് 3 ഉള്ളി, 1 തക്കാളി, 2 പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരല്പം ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കളറിന് വേണ്ടി അല്പം മഞ്ഞളും ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുമെന്ന്. മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾക്കിത് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും അല്പം പെരുംജീരകവും ചേർത്ത് ഞാനിവിടെ അരി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം. നമ്മൾ കയ്യിൽ വെച്ച് ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുക്കാം. ഇതിലേക്ക് ഇനി മസാല നിറച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം മസാല ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകും. അപ്പോൾ വളരെ കുറച്ച് മാത്രം മതിയാവും. മസാല നിറച്ച ശേഷം ഞാനിത് ഉരുട്ടിയെടുത്തതാണ്. ഇതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാത്തിലും മസാല നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഒരു 10 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചെമ്മീൻ മസാല നിറച്ച കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ.